മലപ്പുറത്തെ കുട്ടി സഖാക്കൾ മുഹമ്മദ് സിയാദിൻ്റെ അവരുടെ കൂട്ടുകാരുടെയും അക്കൗണ്ട് പോലും ഇങ്ങനെ നീക്കം ചെയ്തു. ആ അക്കൗണ്ട് യഥാർത്ഥത്തിൽ ആ കുട്ടി സഖാവ് എന്ന് പറഞ്ഞ് മുമ്പ് ഈ കുട്ടി തന്നെയാണ്, സിയാദ് തന്നെയാണ് പരാജയപ്പെട്ടാൽ മുട്ടയടിക്കും എന്ന് പറഞ്ഞത്. മുട്ടയടിക്കും എന്ന് പറഞ്ഞിട്ട് സഖാക്കൾ പറഞ്ഞത് പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടയടിച്ച കുട്ടിയായി ഈ സിയാദ്. ഞാൻ ബാലസംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, സെക്രട്ടറി പ്രസിഡന്റ് ഇതാണ്, ജോയിൻറ്റ് സെക്രട്ടറി ഇതാണ്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് ഒരു വളരെ പ്രത്യേകതയുള്ള ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഓഫീസ് അതൊക്കെ കാണിച്ചതാണിത്. 25 ലക്ഷം ആളുകളാണിത് കണ്ടത്. അപ്പോൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു കാര്യമല്ല. കുട്ടികളുടെ ബാലസംഘത്തിൻ്റെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ പോലും പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഗൗരവമുള്ള പ്രശ്നം. ഒരോണം കൂടി വരികയാണ്. 10 വർഷത്തിന് ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഒരോണക്കാലമാണ് മലയാളി അനുഭവിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിലപാട് പ്രതിസന്ധി പരിഹരിക്കാൻ UDF ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല. അരിയും പഞ്ചസാരയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളെല്ലാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ദിനംപ്രതി ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും വില, പാചകവാതക വില വർധനവിൻ്റെ നിലം തൊടാത്ത സാഹചര്യത്തിലും മറ്റെല്ലാം സാധനത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബ ബഡ്ജറ്റുകളെല്ലാം താളം തെറ്റുകയാണ്. സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കുറഞ്ഞതാണ് വില കുത്തനെ കയറുന്നതിനിടയാക്കിയത്. LDFൻ്റെ ഭരണകാലത്ത് ജനക്ഷേമ പദ്ധതികളിലൂടെ അവശ്യ സാധന വില നല്ലതുപോലെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് UDF സർക്കാർ കാര്യക്ഷമമായ രീതിയിലുള്ള വിപണി ഇടപെടൽ നടത്താത്തതും ഹോർട്ടിക്കൾച്ചർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വലിയ വീഴ്ചയും വരുത്തിയതിൻ്റെ ഭാഗമായി വിലക്കയറ്റത്തിൻ്റെ കാഠിന്യം കൂടിയിരിക്കുകയാണ്. സപ്ലൈകോ വഴി കൊടുത്തുകൊണ്ടിരുന്ന അരി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതും വില വർധനവിന് കാരണമായി. വിലക്കയറ്റത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഓരോ കുടുംബവും യഥാർത്ഥത്തിൽ ഈ ഓണക്കാലത്ത് കേരളം അഭിമുഖീകരിക്കുന്ന ഗൗരവമുള്ള പ്രശ്നം എന്ന രീതിയിൽ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുരിതാശ്വാസ സഹായധനം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം പാളി എന്നുള്ളതാണ്. കാലവർഷക്കെടുതിയിൽ സർവവും നഷ്ടപ്പെട്ട മനുഷ്യരെ പിന്നെയും കൈയൊഴിയുന്ന നിലപാടാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ധനസഹായം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം പാഴ്വാക്കായിട്ട് മാറുകയാണ്. ഔദ്യോഗിക നൂലാമാലകൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ 27 മരണമാണ് സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തത്. 462 ക്യാമ്പുകൾ പ്രവർത്തിച്ചുവെന്നും 27,048 പേരാണ് ക്യാമ്പിൽ എത്തിയതെന്നും 1882 ഹെക്ടർ കൃഷിനാശമുണ്ടായി എന്നും 23,537 കർഷകരെയാണ് ബാധിച്ചതെന്നും 68 കോടിയുടെ നഷ്ടമുണ്ടായി എന്നും പറഞ്ഞത് ഞങ്ങളാരുമല്ല, പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ VD സതീശൻ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ദുരന്തബാധിതർക്ക് ധനസഹായം ഉടൻ നൽകുമെന്നാണ്
മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അപേക്ഷയുടെ മാതൃക പോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ കുടുംബത്തിലും 2 പേർക്ക് 300 രൂപ വീതം 7 ദിവസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഏത് ഹെഡിൽ നിന്നാണ് തുക നൽകുക എന്ന് പോലും മുഖ്യമന്ത്രിയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ തീരുമാനമെടുത്തിട്ടില്ല. ഗുണഭോക്താക്കളുടെ പട്ടികയും തയ്യാറാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പാവപ്പെട്ട ജനങ്ങളോട് കരുണയില്ലാത്ത സമീപനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് കേരളത്തിന് ആവശ്യപ്പെടാനുള്ളത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഖിലിൻ്റെ വീടും അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെ വീടുമെല്ലാം ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിൻ്റെയും അതുപോലെ തന്നെ റിയാസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയക്കാരുടെയും വീടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇത് പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഗവൺമെൻറ് നിലപാടാണ്. യാതൊരു അടിസ്ഥാനമില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകളാണ്, പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായ റെയ്ഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്തോ ഒരു കുറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇത് എന്നാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ റിയാസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിൻ്റെയും അവരുമായി ബന്ധപ്പെട്ട പരിചയക്കാരുടെയും എല്ലാം വീട്, അവരുടെ താമസ സ്ഥലം ഇന്ന് രാവിലെ മുതലേ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടി നേതാക്കളെ ജനങ്ങൾക്കിടയിൽ നിന്നും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഇഡിയുടെ നേരത്തെയെല്ലാം തുടർന്നു വന്ന നയത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് നമുക്കിതിനെ കാണാനാവുക. ഇതിനെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. ഇത്തരം നടപടികളെല്ലാം നേരിട്ടുകൊണ്ടാണ് പാർട്ടി യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും. പാർട്ടി സഖാക്കളുടെ അടുത്ത് ബന്ധമുള്ള സുഹൃത്തുക്കളുടെയും എല്ലാം വീട് റെയ്ഡ് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിൽ ഇഡി രാഷ്ട്രീയ കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിലപാടിനെ അതിശക്തിയായിട്ട് കേരളം എതിർക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിന്നെ RSSൻ്റെയും മോദി സർക്കാരിൻ്റെയും താല്പര്യങ്ങൾക്ക് സമ്പൂർണമായി വിധേയപ്പെടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അവസാനത്തെ വിവരങ്ങൾ പുറത്തു വന്നത്. സംസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയെങ്കിലും ശക്തമത്തായ എതിർപ്പിനെ തുടർന്ന് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. കേരളത്തിലാണ് അങ്ങനെ പിൻവാങ്ങേണ്ടി വന്നത്. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. എന്നാൽ വനം വകുപ്പ് ആ സ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഗൗരവതരമായ ഒരു പ്രശ്നം AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവരുടെ സാന്നിധ്യത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി എന്നുള്ളതാണ്. 90 വർഷത്തോളം പഴക്കമുള്ള പ്രഖ്യാപിത നിലപാടുകൾ കോൺഗ്രസ് വെള്ളം ചേർത്ത് ഇത്തരത്തിലുള്ള ഒരു വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നതിലേക്കുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 1937 ഒക്ടോബറിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന AICC വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതി എന്നന്ന് തീരുമാനിച്ചത് 1937. അതാണ് AICC ആസ്ഥാനത്ത് മുഴുവൻ പാടിക്കൊണ്ട് അവർ ഉല്ലംഘിച്ചത്. അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് കോൺഗ്രസും തർക്കത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് അതിനെ രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന
എല്ലാ സംസ്ഥാനങ്ങളിലും കർണാടകം, തെലങ്കാന, ഹിമാചൽ പ്രദേശ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വന്ദേമാതരം ആലപിക്കാനാവാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അതിശക്തിയായ പ്രതിഷേധത്തെ തുടർന്ന് ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്, വി ഡി സതീശൻ സർക്കാരിന് വന്ദേമാതരം പൂർണ്ണമായി ചെല്ലാൻ സാധിക്കാതിരുന്നത്, പിന്മാറേണ്ടി വന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു പാടുന്ന രീതിയിൽ തൂഫാൻ, പൊടിയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം. കേരളം പൊതുവെ ശ്രദ്ധിച്ച ഒരു പരിപാടിയായിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ആ കാര്യം. അടുപ്പക്കാർ കുടുങ്ങിയതോടുകൂടി കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ കെട്ടടങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനും സംഘവും പിടിയിലായതോടെ തൂഫാൻ പദ്ധതി നിലക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രമുഖ കണ്ണിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അധികാരത്തിൻ്റെ മറവിലും സംരക്ഷണത്തിലുമാണ് ലഹരിക്കടത്ത് നടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏതു സമയത്തും കടന്നു പോകാൻ അവകാശമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. 2 or 3 പ്രാവശ്യമാണ് ഞാൻ കണ്ടത് എന്നൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ കളവ് നമ്മളിവിടെ കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് തെളിവോടെ അവതരിപ്പിച്ചതാണ് അല്ലെന്ന്. 40-ലേറെ തവണ ഇരുവരും പലയിടങ്ങളിൽ വെച്ച് കണ്ടു എന്നുള്ളതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ച വിവരങ്ങളിൽ തന്നെ വ്യക്തമാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ 1-ലേറെ തവണ നിയമസഭയിലെ ഓഫീസിൽ വെച്ചു ഹുസൈൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരിലെ MLA ഓഫീസിലിരുന്ന് ഹുസൈൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഇയാൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇയാളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധമുള്ള മുഖ്യമന്ത്രി പലതവണ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഹുസൈൻ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്ക് മുമ്പ്, ആ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം എത്തിയതായിട്ടും ശരിയായ വിവരങ്ങളുണ്ട്. കേസിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ട്, ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. രാജ്യാന്തര ബന്ധമുള്ള ഇത്തരം ഒരു MDMA പോലുള്ള രാസവസ്തു വിൽപ്പനയിൽ പ്രതിയാക്കപ്പെട്ട ആളുകളെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. റിമാൻഡിലുള്ള ആളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും പോലീസ് തയ്യാറാവുന്നില്ല എന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ വേറെ എന്താണ് അതിന് പറയാനുള്ള മറുപടി? ഇവർ അറസ്റ്റിലായ ദിവസം ആരെല്ലാം വിളിച്ചു എന്ന പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ഫോൺ കോളും പണമിടപാടും വിശദമായി പരിശോധിച്ചാൽ അന്വേഷണം ഉന്നതരുടെ ഓഫീസിലേക്ക് കടക്കും എന്നത് വ്യക്തമാണ്. ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് പോലീസ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത്. സ്വാഭാവികമായി ഫോൺ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ പോലീസ് അത് പൂട്ടിയിരിക്കുകയാണ്. ഫോൺ കോൾ റെക്കോർഡ് പരിശോധിക്കാൻ വിലക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ MDMA കടത്ത് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ജില്ല തന്നെ കാസർഗോഡാണല്ലോ, കാസർഗോഡ് നിന്ന് മാറ്റിയപ്പോൾ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം ഒരു തരത്തിലും മുമ്പോട്ടേക്ക് പോകരുത്.
സ്വന്തക്കാരെ തൊട്ടാൽ ഏത് തൂഫാനും കെട്ടടങ്ങും എന്നതാണ് UDF സർക്കാർ നൽകുന്ന സന്ദേശം. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഹൈക്കോടതി ഇതിനിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഗുരുതര പരാമർശം കോടതി നടത്തിയത്. കുറ്റക്കാരെ സംരക്ഷിക്കാൻ അറസ്റ്റ് സമയത്ത് പോലീസ് ഒത്തുകളിച്ചു എന്നാണ് ആ കേസിൽ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയത്. സമാനമായ വീഴ്ചയാണ് TG മോഹൻദാസിൻ്റെ അറസ്റ്റിലും പോലീസും നിയമവകുപ്പും കാട്ടിയത്. ക്രിമിനലുകളെയും മയക്കുമരുന്ന് സംഘത്തെയും വിദ്വേഷ പ്രചാരകരെയും സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്ന ആരോപണം വസ്തുതാപരമാണ് എന്നതാണ് കാണാൻ സാധിക്കുക. യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ്, കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ SFI വൻ വിജയം കരസ്ഥമാക്കുകയുണ്ടായി. കാലിക്കറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ UDSF ജയിച്ചത്. കഴിഞ്ഞ തവണ 100 വരെ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അവർ ജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം 2 മുതൽ 17 വരെ വോട്ടുകൾക്കാണ് SFIക്ക് തോൽക്കേണ്ടി വന്നത്. പാലക്കാട്, തൃശ്ശൂർ, വയനാട് എക്സിക്യൂട്ടീവുകൾ SFI വിജയിക്കുകയുണ്ടായി. സെനറ്റ് ഇലക്ഷനിൽ ഫെറ്റേണിറ്റിയെ അതിലൊരാളെ സെനറ്റ് അംഗമായി പരിഗണിക്കാമെന്ന് MSF കൊടുത്ത അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വോട്ടുകൾ, ഈ ഫ്രട്ടേണിറ്റിയുടെ വോട്ടുകൾ, അവർക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, ആ സ്ഥാനാർത്ഥിക്ക് നൽകാതെ ഈ UDSFന് നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നത്. KSU MSFും കൊണ്ട് മാത്രം ജയിക്കില്ലായിരുന്നു. ഫ്രട്ടേണിറ്റിയുടെ വോട്ട് കൂടി നേരത്തെ പറഞ്ഞ ഒരു സെനറ്റിലേക്ക് ഒരാളെ കൊടുക്കാം എന്ന വാഗ്ദത്തത്തോടു കൂടി MSFുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിൻ്റെ വെളിച്ചത്തിലാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള പണം, ഇപ്പം BJPയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പണം 4-4.5 കോടിയെല്ലാം ഓരോ മണ്ഡലത്തിലും ചിലവാക്കി, അതിൻ്റെ വിവാദങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ പോലും ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കൗൺസിലർമാരെ പിടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കാര്യം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരെയും കണ്ട് അവർക്ക് 1 ലക്ഷം തരാം, നിങ്ങൾക്ക് തൊഴിൽ തരാം എന്നുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്നും ചിലർ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വലതുപക്ഷ മേഖലയിൽ ഈ പണം ഒഴുക്കുന്ന രീതി കേരളം ചർച്ച ചെയ്യുമ്പോൾ, അതേപോലെ യൂണിവേഴ്സിറ്റി ഇലക്ഷനിലും പണം ഒഴുക്കുന്ന രീതി നമ്മളിപ്പം കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. സാധാരണ രീതിയിൽ VD സതീശൻ്റെ പറ്റി എല്ലാവരും ഇപ്പോൾ ഏതാണ്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ ഇടക്ക് കളവ് പറയുന്നു എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ വിവരാവകാശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഞാൻ അറിയില്ല, അസംബ്ലിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയാണ്. അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ഷെയർ 49% MSCക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 29, അതായത് പരമാവധി അവർക്ക് വിൽക്കാൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൻ്റെ അപ്പുറത്ത് 49% ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട് എന്ന വ്യവസ്ഥക്കനുസരിച്ച് ഞങ്ങളോട്, സംസ്ഥാനത്തോട് ആ കാര്യം ചോദിച്ചിട്ടില്ല, അതറിയില്ല എന്നും, അങ്ങനെ അറിയാതെ MSCക്ക് ഷെയർ വിൽപ്പന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതൃപ്തി, അത് ഞങ്ങൾ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ച് അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരോ
തുറമുഖ വകുപ്പോ നോട്ടീസോ കത്തോ നൽകിയിട്ടില്ലെന്ന് തുറമുഖ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഈ അതൃപ്തി അറിയിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. അങ്ങനെ ഒരു അതൃപ്തി കത്തായിട്ടോ അതുപോലെ തന്നെ നോട്ടീസായിട്ടോ അറിയിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. 49% ഷെയർ MSCക്ക് നൽകില്ല, അല്ലെങ്കിൽ നൽകും. ഇതേതെങ്കിലും ഒന്ന് പറയാൻ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് ശേഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വ്യക്തതയോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. അപ്പോൾ ഒരു നോട്ടീസോ അല്ലെങ്കിൽ അതൃപ്തിയോ അറിയിക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നുള്ളത് VD സതീശൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് വ്യക്തമാകുകയാണ്. വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം, ഇവിടെ ഗവർണർ രാജ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തുക എന്നത് ജനാധിപത്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്. ഇത് അതേ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വില കൽപ്പിക്കാതെ ഭരണത്തിൽ നേരിട്ട് ഇടപെടുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം കൈയാളാനുള്ള ശ്രമം അപഹാസ്യമായ ഒന്നാണ്. സംസ്ഥാനത്ത് പോലീസ് മേധാവിയെ ഗവർണർ നിയന്ത്രിക്കുന്നത് പോലീസ് ഭരണം RSSൻ്റെ കാൽക്കീഴിൽ അടിയറ വെക്കുന്നതിന് സമമായിട്ടുള്ളതാണ്. ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങളെ ഗവർണർ വെല്ലുവിളിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാവുന്നില്ല, ഭയപ്പെടുകയാണ്. LDF ഭരണകാലത്ത് രാജ്ഭവൻ്റെ അന്ന് നിന്നുള്ള കൈകടത്തലുകളെ ഭരണഘടനാപരമായ പ്രതിരോധത്തിലൂടെയാണ് ഇടതുപക്ഷം അന്ന് നേരിട്ടത്. അന്ന് മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന് കത്തെഴുതുകയും ഉദ്യോഗസ്ഥരെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് നാം കാണണം. ഇതൊരക്ഷരം പറയാൻ VD സതീശൻ തയ്യാറില്ല. ഒരു ഗവർണർ രാജ് കേരളത്തിൽ നടപ്പിലാക്കാൻ, അത് RSSൻ്റെ കീഴിലാണ് ഞങ്ങൾ എന്ന കാര്യം ഒന്നുകൂടി ഗവർണർക്ക് ഈ നിലപാടിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം VCമാരുടെ RSS വിധേയത്വമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ VCമാരുടെ നിയമനം, താൽക്കാലിക VCമാരായാലും VCമാരായാലും അവരുടെ നിയമനം യഥാർത്ഥത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ അജണ്ടകളെ UDF സർക്കാർ പ്രതിരോധിക്കാതെ സർവകലാശാല വൈസ് ചാൻസലർ RSS വേദികളിലെ സ്ഥിരം സന്നദ്ധരായി സാന്നിധ്യമായി അതിലെ പങ്കാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കാണുന്നത്. സംഘപരിവാർ വിഭാഗത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടി തങ്ങളെ തടയാൻ ആരുമില്ലെന്ന ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ പരാമർശം അമ്മയെ അറിയാത്തവരാണ്, അമ്മയാണല്ലോ അറിയാത്തവരാണ് വന്ദേ മാതരം എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSSന് വേണ്ടി എന്തു പറയാൻ യാതൊരു മടിയില്ലാത്ത VCമാരായിട്ട് മാറുന്നു. കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രത്തെ വണങ്ങാനും ഈ വൈസ് ചാൻസലർക്ക് ഒരു മടിയും ഇല്ല. അതുപോലെ തന്നെ പ്രതീകാത്മകമായ രീതിയിൽ കുട്ടികൾ നടത്തിയിട്ടുള്ള പ്രചരണപരമായ സമരത്തെ അത് VCയുടെ സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച് കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനാണ് ഗവർണർ ഉൾപ്പെടെ കൂട്ടുനിന്നത്. ഇവിടെ കേരളത്തിൽ സാംസ്കാരിക രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലരും പണ്ടും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അത് VCക്കെതിരായിട്ടുള്ള ശവസംസ്കാര ചടങ്ങാണ് എന്നൊക്കെ പറഞ്ഞ്
തെറ്റിദ്ധാരണയുണ്ടാക്കി കുട്ടികൾക്ക് നേരെ കേസും കടന്നാക്രമണവും നടത്താനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മാധ്യമ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള മാധ്യമ സെൻസറിംഗ് ആണ് സംസ്ഥാനത്ത് ഇപ്പോഴും നടക്കുന്നത്. തെളിവുകൾ പുറത്തു വന്നപ്പോൾ പോലീസിൻ്റെ പേരിൽ പച്ച കള്ളം പ്രചരിപ്പിച്ച് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിച്ചത്. പോസ്റ്റുകൾ നീക്കം ചെയ്തത് സാങ്കേതിക പിഴവല്ലെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണെന്നും ഔദ്യോഗികമായി തന്നെ മെറ്റ ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നതെല്ലാം കളവാണ് എന്ന് വ്യക്തമാണ്. ചില സാങ്കേതിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റം ചെയ്യപ്പെട്ടത് എന്നൊക്കെ ചില മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഒരു തെളിവുമില്ലാതെ അത്തരം കാര്യങ്ങൾ എഴുതുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഒരു പരിശോധന വേണം. നൂറുകണക്കിന് ഇടത് പ്രൊഫൈലുകൾ പൂട്ടുവീണത് സർക്കാരിൻ്റെ നേതൃത്വത്തിന് നടന്ന ഈ സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്ന ഏതു കാര്യവും പോസ്റ്റുകൾ അപ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാര്യം. എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഭയന്ന് വളഞ്ഞ വഴിയിലൂടെ അവ ഇല്ലാതാക്കാനാണ് മോദിയും സതീശനും ശ്രമിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 1.95 ലക്ഷം പോസ്റ്റുകളാണ് ഈ രീതിയിൽ ഒഴിവാക്കപ്പെട്ടത്. ഇത് ഗൗരവതരമായ വിഷയമാണ്. മലപ്പുറത്തെ തിരൂരിലുള്ള ബാലസംഘം കുട്ടികളുടെ പ്രൊഫൈലും വീഡിയോയും പോലും നീക്കം ചെയ്യുന്നതാണ്. മലപ്പുറത്തെ കുട്ടി സഖാക്കൾ മുഹമ്മദ് സിയാദിൻ്റെ അവരുടെ കൂട്ടുകാരുടെയും അക്കൗണ്ട് പോലും ഇങ്ങനെ നീക്കം ചെയ്തു. ആ അക്കൗണ്ട് യഥാർത്ഥത്തിൽ ആ കുട്ടി സഖാവ് എന്ന് പറഞ്ഞു മുമ്പ് ഈ കുട്ടി തന്നെയാണ്, സിയാദ് തന്നെയാണ് പരാജയപ്പെട്ടാൽ മുട്ടയടിക്കും എന്ന് പറഞ്ഞത്. മുട്ടയടിക്കും എന്ന് പറഞ്ഞിട്ട് സഖാക്കൾ പറഞ്ഞത് പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടയടിച്ച കുട്ടിയായി ഈ സിയാദ്. ഞാൻ ബാലസംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, പ്രസിഡന്റ് ഇതാണ്, ജോയിൻറ്റ് സെക്രട്ടറി ഇതാണ്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് ഒരു വളരെ പ്രത്യേകതയുള്ള ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഓഫീസ് അതൊക്കെ കാണിച്ചതാണിത്. 25 ലക്ഷം ആളുകളാണത് കണ്ടത്. അപ്പോൾ പൂട്ടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു കാര്യമല്ല. ബാലസംഘത്തിൻ്റെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ പോലും പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഗൗരവമുള്ള പ്രശ്നം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തെ പോലും അതിജീവിച്ചിട്ടുള്ള കേരളത്തിന്, ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ശക്തിയായിട്ട് തുറന്നു കാണിച്ചുകൊണ്ട് ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് വലിയ കടക്കണിയിലാണ് കേരളം എന്നാണ്. UDF ഭരണത്തിലെത്തിയാൽ കടക്കെടുപ്പെല്ലാം ഞങ്ങൾ മതിയാക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ നേതാവ് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞത് ഖജനാവ് പണം കൊണ്ട് നിറക്കും എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം 10ാം തവണയും കടമെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കടമെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴേ ഏറ്റവും അവസാനത്തെ കണക്ക് 10,400 കോടി ഉറുപ്പിക 3 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കടമെടുത്തിട്ടുണ്ട്. എന്നാൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട കിറ്റ് പോലും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. വിവിധ വകുപ്പുകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികൾ ഇപ്പോൾ LDFിൻ്റെ കാലത്ത് ആരംഭിച്ചതായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി. 1000 ഉറുപ്പിക പ്രകാരം അന്ന് 16 ലക്ഷം സ്ത്രീകൾക്ക് നൽകിയതാണ്. അതുപോലെ തന്നെ 31.39 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് അത് നിർത്തലാക്കി. ഇങ്ങനെ ജനക്ഷേമകരമായ പദ്ധതികൾ ഓരോന്നോരോന്നും നിർത്തലാക്കിയിട്ട് ലൈഫിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവസാനം പറഞ്ഞത് 4 ലക്ഷം ഉറുപ്പികയാണ് ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. 5 ലക്ഷം വീട് പൂർത്തിയായിട്ടുണ്ട്, 1 ലക്ഷത്തിലധികം വീട് പൂർത്തിയാകാൻ നിൽക്കുകയാണ്. അപ്പോഴിപ്പോൾ പറയുന്നത് ഗുണഭോക്താവ് 1 ലക്ഷം ഉറുപ്പിക കൊടുക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം മാത്രമേ കൊടുക്കുള്ളൂ. അതുമാത്രം ലോഗോ അതിൽ പ്രസിദ്ധീകരിക്കുകയും വേണം.
ഇതെല്ലാം ചെയ്തിട്ട് ഖജനാവാകെ ഞാൻ ശക്തിയായ രീതിയിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10,400 കോടി ഉറുപ്പിക 3 മാസം കൂടുന്നതിന് മുമ്പ് കടം വാങ്ങിയിട്ടും ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പിൽ ഓവർ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പണവും 1-ാം ഗഡുവും പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതി വളരെ ഗൗരവതരമായ കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനക്ഷേമകരമായ പദ്ധതികളെല്ലാം ഒഴിവാക്കി ഖജനാവ് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തില്ല. അതിന് ഒരു പൊതു തീരുമാനത്തിന്റെ ഭാഗമായി ബഹിഷ്കരണ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതല്ല, എനിക്കറിയില്ല എന്താണെന്ന്. പൊതുവെ ഒരു വികസന പ്രവർത്തനത്തോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. അതിൽ ബഹിഷ്കരണത്തിൻ്റെ പ്രശ്നമല്ല ഉണ്ടാകുക. ഇന്നിവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. ഈ കോഴിക്കോട്ടെ ED റെയ്ഡില് പാർട്ടി രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്ന കാരണം എന്താ? കാരണം ഈ അവിടെ ചില ജില്ലാ സെക്രട്ടറി രംഗത്തും മറ്റു ആളുകളൊക്കെയാണല്ലോ, അതെല്ലാവരും പാർട്ടിക്കാരല്ല. അല്ല, പാർട്ടിക്കാരെ മാത്രമല്ല, പാർട്ടിക്കാരല്ലാത്തവരെയും പാർട്ടിക്കാരായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരെല്ലാം പേരിൽ റെയ്ഡ് ചെയ്യണം. ഇതൊരു ഭീതി ജനിപ്പിക്കാനുള്ള ശ്രമമാണ്, ബോധപൂർവമായ ഇടപെടലാണ്. തികച്ചും തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ED. ഇവിടെ തന്നെ 4.5 കോടി ഉറുപ്പിക ഞാൻ ചിലവാക്കുന്നതിന് വേണ്ടി എൻ്റെ അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലോ. 4.5 കോടി ഉറുപ്പിക ഇവിടെ നമ്മുടെ PC ജോർജിൻ്റെ മണ്ഡലത്തിൽ. എന്തേ EDക്ക് യാതൊന്നും കാണാനില്ല? അതുപോലെ 25 കോടി ഉറുപ്പിക കെട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ കോടാനുകോടി ഉറുപ്പിക കട്ടുമുടിച്ച സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ പണം ഒഴുക്കി എന്നുള്ള കൃത്യതയുള്ളപ്പോൾ അതിൻ്റെ മേലൊന്നും യാതൊരു നിലപാട് സ്വീകരിക്കാതെ എന്തോ ഒരു കാര്യത്തിൻ്റെ മേലെ ആരോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയോ പോയിട്ട് റെയ്ഡ് നടത്തുകയാണ്. എന്തൊരു കാര്യമായി ഇത്? ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയമായിട്ടുള്ള ഉന്നം വെച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ED എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഭരണ സംവിധാനമാണല്ലോ. അതാണ് കോഴിക്കോട് നമ്മൾ കണ്ടത്. യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാതെ എല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാം വീട് കയറി റെയ്ഡ് നടത്തുകയാണ്. എന്നിട്ട് അവരൊരു പുകമറ സൃഷ്ടിക്കുകയാണ്, എന്തോ ഒരു സംവിധാനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരോപണങ്ങളെന്നല്ല, എല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം വസ്തുതാപരമല്ലേ. എന്ത് ആരോപണം അതിന്? അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചില്ല. ഇല്ല, തീരുമാനിച്ചു. സമരമൊക്കെ വേണ്ടി വെക്കും. സമരം വേണ്ടപ്പോൾ സമരം വേണം. സമരത്തിന് വേണ്ടിയുള്ള സമരമൊന്നുമില്ല ഇവിടെ. സമരത്തിന് വേണ്ടിയുള്ള സമരമില്ല. സമരം വേണ്ടി വരുന്ന സന്ദർഭത്തിൽ സമരം നടത്തണം. ഇപ്പോഴും സമരം നടത്തിയല്ലോ. കഴിഞ്ഞ ഇമ്മാസല്ലേ സമരം നടത്തി. ഞങ്ങൾ 1-3 കൊല്ലം സമരമായിരുന്നില്ല ഇവിടെ. 31-ാം തീയതി ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയില്ലേ. ഓരോന്നിൻ്റെയും ഭാഗമായിട്ട് സമരം പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, നടക്കും എന്നുള്ളത് തന്നെയാണ്. അത് ഒന്നിനും അവധി കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. സമരത്തിന് വേണ്ടിയുള്ള സമരമില്ല. സമരം ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണ്ടി വരുന്ന സന്ദർഭത്തിലൊക്കെ ആ സമരം ഉയർന്നു വരിക തന്നെ ചെയ്യും. അല്ലെ, എല്ലാം ഒരേപോലെ അല്ലല്ലോ. എല്ലാം മാറ്റത്തിന് വിധേയമായതുകൊണ്ട് സമരവും പ്രക്ഷോഭങ്ങളും എല്ലാം മാറി മാറി വരും. പുതിയ രീതിയിലേക്ക് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയരും. അത് ഏതെങ്കിലും രീതിയാണെന്ന് പറയേണ്ടതില്ല. പുതിയ രീതിയിലേക്ക് സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പുതിയ ഭാരവാഹികളെ മാർച്ച് നിർദ്ദേശിച്ചു 38 വയസ്സിനുള്ള പ്രായപരിധി കർശനമാക്കണമെന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മാർഷിൽ ലക്ഷ്യമിട്ട് ചില വാർത്തകൾ അവിടെ കണ്ടിരുന്നു. നിങ്ങൾ വാർത്ത ഇഷ്ടംപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാനതിൽ മൈൻഡ് ചെയ്യാറില്ല. അത് അങ്ങനെ വരുന്ന വാർത്തയൊന്നും എന്നെ ബാധിക്കുന്നതല്ല. DYFIയുടെ ഭാരവാഹികളും DYFI തീരുമാനിക്കുന്നതല്ലേ. അതിലെന്താ CPIM കാര്യം? പിന്നെ എല്ലാ കാര്യവും ക്രോഡീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിട്ടുള്ളത് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ട് തയ്യാറാക്കുക. അവരുടെ കൂടി
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. എവിടെ വലിയ പങ്കാളിത്തമുണ്ട്. 10,000-കണക്കിന് ആളുകൾ അയച്ചിട്ടുണ്ട്. 10,000-കണക്കിന്. അല്ല, അതെല്ലാം ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോളാം. നിങ്ങളോട് ഇപ്പം പറയേണ്ട കാര്യമില്ല. ശരി.